അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഒരു ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യാനാണ്. നമ്മൾ ഇന്നലെ പോയിട്ട് അതിൻ്റെ കാരിയർ സെറ്റ് ചെയ്തു. നോക്കി അറിയാൻ പറ്റും, നമ്മൾ കാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. JB റേസിൻ്റെ കാരിയറാണ്. അപ്പം നമ്മൾ ഇന്ന് പോയിട്ട് ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യാണ്. നമ്മുടെ വെള്ളയമ്പലത്തുള്ള മ്യൂസിയം സൈഡിലുള്ള ഹെൽമെറ്റ് വേൾഡിൽ നിന്നാണ് നമ്മളിന്ന് ടോപ്പ് ബോക്സ് മേടിക്കാൻ പോകുന്നത്. അപ്പം ബാക്കി അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. നമ്മളെത്തിയിരിക്കുകയാണ് വണ്ടിയുടെ ബോക്സ് വാങ്ങാൻ വേണ്ടി. നമ്മുടെ ബൈക്കിന് ബാക്കിലത്തെ ബോക്സ് വാങ്ങാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ടോപ്പ് ബോക്സ് എത്തിയിരിക്കുകയാണ്. 45 ലിറ്ററാണ് കപ്പാസിറ്റി അവർ പറയുന്നത്. അതേപോലെ തന്നെ ABS പ്ലാസ്റ്റിക് ആണ്, കാരണം നല്ല ഡ്യൂറബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നുള്ള ക്യാഷിന് തന്നെയാണ് നമ്മൾ വാങ്ങിയത്. വരുമാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യാൻ പോകുന്നത് വ്ളോഗും കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യുന്നത്. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ടോപ്പ് ബോക്സിൽ ഇട്ടുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. കൂടുതലും ട്രാവൽ ചെയ്യുന്നവർക്കും വ്ളോഗ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ ടോപ്പ് ബോക്സ് എന്ന് പറയുന്നത്. വാഹനത്തിലേക്കുള്ള എന്ത് ആക്സസറീസ് വാങ്ങിയാലും അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോവുകയോ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ബുദ്ധിമുട്ടുകളും വരുന്നില്ല. നമ്മൾ ഹെൽമെറ്റ് വേൾഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ സർവീസിനുള്ള ആളുകൾ അവൈലബിൾ ആണ്. ₹1 പോലും അവർ നമ്മുടെ നിന്ന് വാങ്ങാതെ തന്നെയാണ് അവർ ഈ സർവീസ് ചെയ്തു തരുന്നത്. എനിക്ക് നമ്മുടെ ഇത് കാര്യങ്ങൾ ചെയ്തു തരുന്ന ശരത് മച്ചാനാണ്. ആളിനെ ഞാൻ ഇന്നലെയാണ് പരിചയപ്പെടുന്നത്. ആൾ എങ്ങനെ ഒരു കസ്റ്റമറിനോട് ഡീൽ ചെയ്യണം, കസ്റ്റമറിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നല്ല ബെസ്റ്റ് ഒരു സെയിൽസ്മാനാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളെപ്പറ്റിയും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അവെയറാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, എങ്ങനെ അത് യൂസ് ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്ത് വരെ ആൾ തന്നിട്ടുണ്ടായിരുന്നു. അതിന് ₹1 പോലും ആൾ നമ്മുടെ ചാർജായിട്ട് ഈടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു എക്സിക്യൂട്ടീവ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ നമുക്ക് വാഹനത്തിൽ അതെല്ലാം സെറ്റ് ചെയ്ത് അദ്ദേഹം തന്നെ തരികയാണ്. നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാരിയറിൻ്റെ MRP എന്ന് പറഞ്ഞാൽ ₹1100 ആയിരുന്നു. അവിടുത്തെ ഓഫർ പ്രൈസ് പോയതിന് ശേഷം ₹1040 ഈടാക്കിയത്. വേറെ സർവീസ് ചാർജുകളൊന്നും ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്ക്രൂസ് എല്ലാം നമ്മുടെ കാരിയറുമായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ബോക്സ് എടുത്ത് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഒരു 4 ബട്ടൺ അതിൻ്റെ ആ കാരിയറിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഒരു ലോക്ക് സിസ്റ്റവും നമ്മുടെ ഈ ടോപ്പ് ബോക്സിന് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഒരു രണ്ട് കീ നമുക്ക് സ്പെയർ കീ അവൈലബിൾ ആണ്. കീ ലോക്ക് നമുക്ക് കീയിൽ ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇത് ആൻറ്റി തെഫ്റ്റ് ആണ്. ആരും അടിച്ചുകൊണ്ട് പോകുന്നുള്ള പേടിയും വേണ്ട, അല്ലെങ്കിൽ ഓട്ടത്തിൽ ഇത് തെറിച്ചു പോകുന്നുള്ള പേടിയും വേണ്ട. കാരണം നല്ല സ്കിഡ് ചെയ്യാതിരിക്കാനുള്ള ബട്ടൺസ്, റബ്ബർ ബട്ടൺസ് ആണ് അവിടെ നമ്മൾ ആ കാരിയറിൽ അവർ കൊടുത്തിരിക്കുന്നത്. മെറ്റൽ പീസ് തന്നെയാണ് വരുന്നത്. ABS പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിന് നല്ല ഡ്യൂറബിലിറ്റി ആയിരിക്കും. വെയിൽ കൊണ്ടൊന്നും പൊട്ടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല. ഡെയിലി യൂസിനും ബെറ്റർ പ്രോഡക്റ്റ് തന്നെയാണ്. നമുക്ക് മറ്റുള്ള പ്ലാസ്റ്റിക് ഫൈബർ പ്രോഡക്റ്റ് പോലെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു ടൈപ്പൊന്നുമല്ല. അലുമിനിയം അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് 5999 ആണ് പ്രൈസ്. പക്ഷേ അവരുടെ ഡിസ്കൗണ്ടിന് ശേഷം 4900 ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ടായിരുന്നത്. അതും യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കാതെ തന്നെ. അപ്പോൾ അതിലും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഹെൽമെറ്റ് വേൾഡിൽ അവർ തരുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡിസ്കൗണ്ട്സാണ് അവർ തരിക. അത് ഹെൽമെറ്റ് ആയിക്കോട്ടെ, എന്ത് ആക്സസറീസ് വാങ്ങിയാലും അവർ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡിസ്കൗണ്ടും തരും. നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും നമുക്ക് അവർ തരുന്നുണ്ട്. അത് ഈ വെള്ളയമ്പലത്തു നിന്ന് മാത്രമല്ല, എല്ലാ ഹെൽമെറ്റ് വേൾഡിൻ്റെ ഷോപ്പിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കൂടുതലും പോയിട്ടുള്ളത് മ്യൂസിയം സൈഡിലുള്ള നമ്മുടെ ആ ഹെൽമെറ്റ് വേൾഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാഹനത്തിൽ അത് സെറ്റ് ചെയ്തു. നമ്മുടെ വണ്ടിയുടെ ലുക്കേ മാറിയിട്ടുണ്ടായിരുന്നു. 150 പൾസർ 150 നമ്മൾ സെറ്റ് ചെയ്തത്. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് എടുത്ത് വെക്കാം, ആവശ്യമില്ലാത്തപ്പോൾ അത് ഊരി വെക്കാം. അങ്ങനെയുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞാനിത് കുറച്ച് ബാക്കിലേക്ക് ഇറക്കി വെച്ചത്. കാരണം ബാക്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ചാരി ഇരിക്കാനും കുറച്ച് വിസ്താരമായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട്, കുറച്ച് വണ്ണമുള്ള ആളൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ബാക്കിലേക്ക് എനിക്കത് സെറ്റ് ചെയ്ത് തരികയാണ് ചെയ്തത്. അത് കുറച്ച് ബാക്കിലേക്ക് ഇരിക്കുമ്പോൾ വണ്ടി ഫുള്ളായിട്ട് ആടുന്ന സമയത്ത് അതും കുറച്ച് ചെറുതായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതാണ്. എല്ലാ വാഹനങ്ങളിലും അങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുവരെയും നമ്മൾ ഇന്ന് തൊട്ട് ഇത് വെച്ചിട്ടാണ് ഇനി നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ ചെയ്യുക. അപ്പോൾ
പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ്. നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇത്രയും വിലക്കുറവിന് വേറെ ടോപ്പ് ബോക്സ് കിട്ടുന്ന അല്ലെങ്കിൽ ആക്സസറീസ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക.